ഫ്രണ്ട്സ്, എല്ലാവർക്കും മൾബറി ബുട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് മോഡൽ കളക്ഷൻസ് ആണ്. ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ച് എടുക്കുന്നതാണ് കേട്ടോ. ഒന്ന് സെറ്റ് വൈസ് എടുക്കാൻ നിർബന്ധമില്ല. ഇതിൽ കുറച്ച് ടോപ്സിന്റെ ഫാബ്രിക് കാണും, അതുപോലെ ദുപ്പട്ടാസ് കാണും, സ്റ്റോൾസ് കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും, അതായത് സെറ്റ് വൈസ് എടുക്കാൻ നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ടോപ്പിന് മാച്ചായിട്ടുള്ള ദുപ്പട്ട ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ദുപ്പട്ടയ്ക്ക് ചേർന്ന ടോപ്പിന്റെ ഫാബ്രിക് ഉണ്ടെങ്കിൽ എടുക്കാം. എല്ലാം മിക്സ് ആൻഡ് മാച്ച് എടുക്കാവുന്ന രീതിയിലാണ്. നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ് അധികം. ഇപ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ഫാബ്രിക് വന്നേക്കുന്നത്. ഇതൊരു മെറൂൺ കളറിൽ വന്നിട്ടുള്ളതാണ്. ഇതിലൊരു ഇതേപോലെ ഷെയ്ഡ് വന്നിട്ടുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. പ്ലെയിൻ മോഡലല്ല. ഇതേപോലെ ഷെയ്ഡ്സ് ഉണ്ട്. ബ്ലാക്കിന്റെയും ബ്ലൂവിന്റെയും അതുപോലെ മെറൂണിന്റെ ഒക്കെ തന്നെ ഷെയ്ഡും കൂടെ കലർന്ന് വന്നിട്ടുള്ളൊരു ഫാബ്രിക്. ഈ ഫാബ്രിക്കിനെ ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ദുപ്പട്ട വെച്ചിട്ടാണ്. ഇത് വലിയ ദുപ്പട്ടയാണ്, മൊഡാലിൽ വന്നിട്ടുള്ള വലിയ ദുപ്പട്ടയാണ്. അപ്പൊ ഇതിന്റെ ബേസ് കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് കേട്ടോ. അപ്പൊ കോൺട്രാസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതേപോലെയാണ് ഇതിന്റെ പ്രിന്റ് വന്നേക്കുന്നത്. വലിയ ദുപ്പട്ടയാണ്, 2.5 മീറ്റർ ലെങ്ത്തും അതുപോലെ ഒരു 44-45 ഇഞ്ചോളം വിട്ടും വരുന്ന ദുപ്പട്ടയാണ്. താഴ്ഭാഗത്ത് ഇങ്ങനത്തെ സറി ബോർഡറൊക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇതിങ്ങനെ വെച്ച് നമുക്ക് ഇതിന്റെ കൂടെ കോൺട്രാസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ബേസ് കളർ ബ്ലൂ ആണ് കേട്ടോ. അതിൽ ഈ ഒരു പ്രിന്റ് ആണ് വന്നേക്കുന്നത്. ടോപ്പിന്റെ ഫാബ്രിക് ഇങ്ങനെ വരും. ഇതിങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി കുറച്ചുകൂടെ റേറ്റ് ഒക്കെ കുറഞ്ഞു മതിയെന്നാണെങ്കിൽ ഇത് ടോപ്പിന്റെ ഫാബ്രിക് ആയിട്ട് എടുക്കാം. ഇതൊരു സ്റ്റോൾ ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 850 ആണ്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ടോപ്പിന്റെ ഫാബ്രിക് നമ്മൾ ആദ്യം കണ്ടു തന്നെയാണ്. ഇതാണ് സ്റ്റോൾ വന്നേക്കുന്നത്. മൊഡാലിൽ വന്നിട്ടുള്ളതാണ്. മിഡിൽ പോർഷനിൽ ഈ ഒരു പ്രിന്റ്, താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റാണ്. താഴ്ഭാഗത്ത് ഇങ്ങനെ ടസൽസ് ഒക്കെ വന്നിട്ടുള്ളൊരു സ്റ്റോളാണ് കേട്ടോ. ഇതിന്റെ രണ്ട് സൈഡ് നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ, ഇവിടെ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പൊ ഇങ്ങനെ ഇട്ടാലും ഇത് വേറെ ഏതെങ്കിലും ഡ്രസ്സിന്റെ കൂടെ ടോപ്പിന്റെ കൂടെ ഒക്കെ ഭംഗിയായിരിക്കും കേട്ടോ. ഇതാണ് ഇതിന്റെ ശരിക്കുള്ള സൈഡ്. പക്ഷെ ഇങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയാണത്. ഇങ്ങനെ വരും. ഞാൻ അങ്ങനെ രണ്ട് സൈഡ് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞത് ഇങ്ങനെ വരുവേ. ഈ ഒരു ലുക്കിൽ വരും. ഇനിയിപ്പോ തിരിച്ചിട്ടാലോ, കണ്ടോ. അടുത്തത് പ്ലെയിൻ മൊഡാലാണ് കേട്ടോ. മെറൂണിൽ വന്നേക്കുന്നു. അതിന് നമ്മളിതാ ഈ മൊഡാലിന്റെ നെപ്റ്റ്യൂൺ ദുപ്പട്ട ഉണ്ട്. ഇത് വെച്ചിട്ട് പെയർ ചെയ്യാം. ഇത് 2.25 മീറ്റർ ലെങ്ത്തും ഒരു 44 ഇഞ്ചോളം വിട്ടുള്ള ദുപ്പട്ടയാണ്. അത് ഇങ്ങനെ പെയർ ചെയ്യാം. ടോപ്പ്, ദുപ്പട്ട. ഇതിൽ ഫുൾ ഒരു ലോട്ടസ് പ്രിന്റ് ആണ് വന്നേക്കുന്നത്. താഴ്ഭാഗത്ത് ഇങ്ങനെ ടസിൽസ് ഒക്കെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ഇങ്ങനെ വെച്ച് നമുക്ക് ഇതിനെ പെയർ ചെയ്യാം കേട്ടോ. ടോപ്പ് ഇങ്ങനെ വരും, ദുപ്പട്ട ഇങ്ങനെ. ഇതിന്റെ പ്രൈസ് 1090 ആണ്. ടോപ്പിന്റെ ഫാബ്രിക്കിന് മീറ്ററിന് 499. ഇത് നമ്മൾ ആദ്യം കണ്ട സ്റ്റോളില്ലേ, അത് വെച്ചിട്ട് ഇതിനെയും പെയർ ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയാണ്. നമ്മൾ ആദ്യം കണ്ടതാ ഈ ഒരു പ്രിന്റ് ആണ്. ഇതേപോലെ ടസിൽസ് ഒക്കെ വന്നിട്ടുള്ളതാണ്. ഇനി അതിന്റെ ഈ സൈഡ് വെച്ചിട്ട് വേണമെങ്കിൽ പെയർ ചെയ്യാം കേട്ടോ. ഇങ്ങനെ വരും. ടോപ്പിന്റെ ഫാബ്രിക്കിന് 499. ഇത് സ്റ്റോൾ ആണ് മൊഡാലിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് 850. ഇത് നമുക്ക് ഈ പ്ലെയിൻ മൊഡാല് മെറൂൺ വെച്ചിട്ട് ഈ ആദ്യം കണ്ട ദുപ്പട്ടയില്ലേ, വലിയ ദുപ്പട്ട, ഇത് വെച്ചിട്ടായാലും ഇതിനെ പെയർ ചെയ്യാം. ഇതെല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇതെല്ലാം നല്ല ഭംഗിയാണ്. മൊഡാൽ ഏതിന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കുവേ. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ഇത് വലിയ ദുപ്പട്ടയാണ്. ഇതിന്റെ പ്രൈസ് 1550. ഇതാണ് അടുത്തത് വന്നേക്കുന്നത്. നല്ലൊരു ബ്ലൂ ആണ്. അതിന്റെ കൂടെ നമുക്ക് ഈ ദുപ്പട്ട പെയർ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ സെൽഫ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. ഇതിന്റെ ബേസ് കളർ ബ്ലൂ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ വരും. ദുപ്പട്ടയിലെ പ്രിന്റ് ഇതാണ്. ദുപ്പട്ട ഇങ്ങനെ വരും. ടോപ്പ് ഇങ്ങനെ വരും. ടോപ്പ് ദുപ്പട്ട എങ്ങനെ വരും. ഇതിന്റെ പ്രൈസ് 1550. ഇതിന്റെ പ്രൈസ് മീറ്ററിന് 499. ഇതാണ് അടുത്തത്. നമ്മൾ ആദ്യം കണ്ട സെയിം ടോപ്പിന്റെ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇതിൽ കണ്ടോ, ഇപ്പൊ പ്രാവശ്യം നമ്മള് ഒരു മഷ്റൂമിന്റെ സ്റ്റോളാണ് ഇതിൽ വെച്ചേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇതാണ് ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. താഴ്ഭാഗത്ത് ഇങ്ങനെ വരും. ബേസ് കളർ ബ്ലൂ ആണ്. സ്റ്റോൾ ഇങ്ങനെ വരും. ഇനിയിപ്പോ ആ സെയിം ടോപ്പിന്റെ ഫാബ്രിക് നമുക്ക് ഈ ഒരു സ്റ്റോൾ വെച്ച് പെയർ ചെയ്യാൻ കേട്ടോ. ഇതും മൊഡാലിൽ വന്നിട്ടുള്ള സ്റ്റോളാണ്. നല്ല ഭംഗിയുള്ള സ്റ്റോളാണ്. താഴ്ഭാഗത്തിന് ടസിൽസ് ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെങ്ങനെ പെയർ ചെയ്യാം.
ഇതാണ് സ്റ്റോളിന്റെ പ്രിന്റ് വന്നേക്കുന്നത്. ടോപ്പിന്റെ ഫാബ്രിക് ഇങ്ങനെ വരുവേ. സ്റ്റോൾ ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ്. ഇങ്ങനെ വരും. ഇതിന്റെ പ്രൈസ് 850 ആണ്. ഇത് മീറ്ററിന് 499. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ടോപ്പിന്റെ ഫാബ്രിക്കിന്റെ കൂടെ ബ്ലൂ തന്നെ മതിയെങ്കിൽ ഇതാ ഇങ്ങനെ നമുക്കൊരു സെറ്റ് ആക്കി എടുക്കാം. ഇത് മൊഡാലിന്റെ സ്റ്റോൾ ആണ്. സെൽഫ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് കേട്ടോ. ബേസ് കളർ നല്ലൊരു നേവി ബ്ലൂ ആണ്. അതിലൊരു ലൈറ്റ് ബ്ലൂവിന്റെ പ്രിന്റ് ആണ് കേട്ടോ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ്. താഴ്ഭാഗത്തിന് ടസിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമുക്ക് പല രീതിയിൽ ഇതിന് മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് അടുത്തൊരു പെയർ. ഇത് മൊഡാലിൽ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഇതിന്റെ വിഡ്ത്ത് 38 ഇഞ്ചസ് ആണ്. ലെങ്ത് 2.5 മീറ്റർ ഉണ്ട്. അപ്പൊ നല്ല ഒരു പെയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇടാം കേട്ടോ. ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നത്. ടോപ്പിന്റെ ഫാബ്രിക് നമ്മൾ ആദ്യം കണ്ടത് തന്നെ. ഇങ്ങനെ വരുവേ. ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നത്. ഇത് ടോപ്പ്. ദുപ്പട്ടയിൽ ഇങ്ങനെ നല്ല പ്രിന്റ് ആണ് കേട്ടോ. നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു പെയർ ആയിട്ട് നമ്മൾ ഇപ്പോഴാണ് ഇത് ചെയ്യുന്നത്. ദുപ്പട്ട ഇങ്ങനെ വരും. ഇനി നമ്മൾ കാണുന്നതിന്റെ ടോപ്പിന്റെ ഫാബ്രിക്കിന്റെ കളർ ബ്ലാക്ക് ആണ് കേട്ടോ. അതിന്റെ കൂടെ ഞാൻ ഈ ഒരു ദുപ്പട്ട പെയർ ഇത് കാണിക്കാം. ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയായിരിക്കും. ഇത് ഹാഫ് ആക്കിയ ദുപ്പട്ടയാണ് കേട്ടോ. ഇങ്ങനെ വരും. ടോപ്പ് ഇങ്ങനെ ദുപ്പട്ടയുടെ സെൻട്രൽ പോർഷനിലൊക്കെ ഈ ഒരു പ്രിന്റ് ആയിരിക്കും. താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് ഒരു 22 ഇഞ്ചസോളം വിഡ്ത്ത് വരും. അതുപോലെ ലെങ്ത് 2.5 മീറ്റർ വരും. ഇതിന്റെ പ്രൈസ് ദുപ്പട്ട 899. ടോപ്പിന്റെ ഫാബ്രിക് മീറ്ററിന് 499. ഇതാണ് അടുത്തത്. ഇത് പ്ലെയിൻ മോഡലിൽ വന്നിട്ടുള്ളതാണ്. പ്ലെയിൻ ബ്ലാക്ക് ആണ് കേട്ടോ. അതാ നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് ആണ്. ഇതിന്റെ കൂടെ നമുക്ക് ഈ ദുപ്പട്ട വെച്ച് പെയർ ചെയ്യാം. ഹാഫ് ആക്കി ദുപ്പട്ടയാണ് കേട്ടോ. അത് നല്ല കോൺട്രാസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണിത്. ഇങ്ങനെ വരിക. നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ. സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ വരിക. ദുപ്പട്ട 2.5 മീറ്റർ ലെങ്ത് വരും. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ഇനി നമുക്ക് കുറച്ച് പ്രിന്റ് ഉള്ള ഫാബ്രിക് കാണാം കേട്ടോ. അതിൽ ആദ്യത്തേത് ഒരു ബ്ലൂ ആണ്. അതിലിതാ ഈ ഒരു പ്രിന്റ് ആണ് വന്നേക്കുന്നത്. അതിന്റെ കൂടെ നമുക്ക് ഈ ഒരു ദുപ്പട്ട പെയർ ചെയ്യാം. 38 ഇഞ്ച് വിഡ്ത്ത് ഉള്ള ദുപ്പട്ടയാണത്. 2.5 മീറ്റർ ലെങ്ത് വരും. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ഇത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. കുറച്ച് ഫ്ലോയി ഫീലുള്ള ഒരു ഫാബ്രിക് ആണ്. അപ്പൊ അതുകൊണ്ട് പിടിച്ചാൽ നമുക്ക് കിട്ടത്തില്ല. കണ്ടോ, ഇതാണ് ടോപ്പ്. ദുപ്പട്ട ഇങ്ങനെ വരും. സെൽഫ് കളർ തന്നെ വേണമെന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. അടുത്തത് ബ്ലൂവിന്റെ തന്നെ വേറൊരു പ്രിന്റ് ആണ് കേട്ടോ. ഇതാ ആദ്യം കണ്ട സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ്. പ്രിന്റ് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിന്റെ കൂടെ ഒരു സ്റ്റോളാണ് കേട്ടോ പെയർ ചെയ്തേക്കുന്നത്. ആദ്യം കണ്ട ദുപ്പട്ടയായിരുന്നു. അതിന്റെ പ്രൈസ് 1200 ആണ്. ഇനിയിപ്പോ അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇതൊരു സ്റ്റോൾ ആണ് കേട്ടോ. അതിന്റെ പ്രൈസ് 850 ആണ്. ഇങ്ങനെ വെച്ചും ഇത് പെയർ ചെയ്യാം. ഇതെല്ലാം നമ്മളുടെ ഇഷ്ടമാണ്. സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ ഇതൊന്നും ഒരു ഭംഗിക്കുറവൊന്നും വരുന്നതല്ല കേട്ടോ. പലർക്കും പല ചോയ്സ് ആണ്. സ്റ്റോൾസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ ദുപ്പട്ട ഇഷ്ടപ്പെടുന്നവരും ഒത്തിരി പേരുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം ഏതാണ് അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു കോമ്പിനേഷനിൽ ഇത് എടുക്കാം. ഇതിന്റെ പ്രൈസ് 850 ആണ്. ടോപ്പിന്റെ ഫാബ്രിക്കിന് മീറ്ററിന് 599. ഈ ഒരു ബ്ലൂ പ്രിന്റ് ആണ്. കോമ്പിനേഷൻസ് ഒക്കെ സെയിം ആണ്. പ്രിന്റിൽ മാത്രമാണ് ചെറിയ വ്യത്യാസമുള്ളൂ. അതിന്റെ കൂടെ നമുക്ക് ഈ സ്റ്റോൾ പെയർ ചെയ്യാൻ കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. സ്റ്റോൾ ഇങ്ങനെ വരും. ടോപ്പ് ഇങ്ങനെ വരുവേ. കണ്ടില്ല, സെയിം ഫാബ്രിക് തന്നെയാണ് ടോപ്പിന്റെ. അതിന്റെ കൂടെ ഈ ഒരു സ്റ്റോൾ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിന്റെ പ്രൈസ് 850 ആണ്. ടോപ്പിന്റെ ഫാബ്രിക്കിന് മീറ്ററിന് 599. അടുത്തത് ഇതാണ്. ടോപ്പിന്റെ ഫാബ്രിക് വന്നേക്കുന്നത് ഇതാണ്. ബേസ് കളർ ബ്ലാക്ക് ആണ്. അതിൽ ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ വന്നേക്കുന്നത്.
അതിന്റെ കൂടെ ഈ ഒരു സ്റ്റോള് പെയർ ചെയ്താലും ഭംഗിയായിരിക്കും. അടുത്ത ഫാബ്രിക് വന്നേക്കുന്നത് ബേസ് കളർ നല്ല ബ്ലാക്ക് ആണ്. അതിൽ ഈ ഒരു പ്രിന്റ് ആണ് വന്നേക്കുന്നത്. ഇതിന്റെ പ്രൈസ് മീറ്ററിന് 599. ഇതാണ് അടുത്തത്. ഇപ്പൊ ഞാനൊരു നല്ല സ്റ്റോൾ ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ മാത്രമേ കണ്ടു, അതുകൊണ്ടാണ് ഇത് നമ്മൾ ആദ്യം കാണിച്ചത് തന്നെയാണ്. പക്ഷെ ഈ ഒരു സ്റ്റോൾ വെച്ചത് പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് മഷ്റൂമിന്റെ സ്റ്റോൾ ആണ്. ഇതിന്റെ പ്രൈസ് 699 ആണ്. ഇങ്ങനെ വരുവേ. ടോപ്പിന്റെ ഫാബ്രിക് ഇങ്ങനെ വരും. നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. അത് നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന കോമ്പിനേഷൻ ആണ്. ഇതാണ് അടുത്ത ടോപ്പ് വന്നേക്കുന്നത്. ഇതാണ് ക്ലോസർ വ്യൂ. അടുത്തത് വന്നേക്കുന്നത് ബേസ് കളർ ബ്ലാക്ക് ആണ്. അതിൽ ഈ ഒരു പ്രിന്റ് ആണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ കാണുന്നതെല്ലാം ഫാബ്രിക് മാത്രമായിട്ട്, അതായത് ടോപ്പിന്റെ ഫാബ്രിക് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിനെല്ലാം പ്രൈസ് മീറ്ററിന് 599 ആണ്. ഇതിന്റെ കൂടെ ഇങ്ങനെ ഈ ദുപ്പട്ടയുടെ നല്ല സ്പെഷ്യൽ ഇതാണ് കേട്ടോ. ഇത് ഇങ്ങനെ പെയർ ചെയ്യാം, ഇനിയല്ല ഇങ്ങനെ വെച്ചാൽ ഇത് ഭംഗിയാണ്. അതാണ് ഈ മൊഡാലിന്റെ പ്രത്യേകത. നമുക്ക് പലതിന്റെയും കൂടെ ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതാണ് അടുത്ത മെറ്റീരിയൽ. ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ്. സ്ട്രൈപ്പ് പാറ്റേൺ നമുക്കൊരു സ്ലിമ്മി ലുക്ക് ഒക്കെ തരാൻ നല്ലതാണ് കേട്ടോ. ഇതിന്റെ കൂടെ ഒരു ഫുൾ ദുപ്പട്ടയാണ് ഇപ്പം ഞാൻ പെയർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഹാഫ് ആക്കി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. വലിയ ദുപ്പട്ടയാണ്. 1550 ആണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത്. ഇത് ഹാഫ് ആയിട്ട് മതിയെങ്കിൽ 899 ആണ്. ഇങ്ങനെ വരും. നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഏതെങ്കിലും ദുപ്പട്ട വെച്ച് നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അത് നിങ്ങൾ കറക്റ്റ് സ്ക്രീൻഷോട്ട് നോക്കി എടുത്താൽ മതി. ഈ ഒരു കോമ്പിനേഷൻ ഇതിന്റെ കൂടെ ഭംഗിയായിരിക്കും കേട്ടോ. അടുത്ത ഫാബ്രിക് ഇതും ഒരു സ്ട്രൈപ്പ് പാറ്റേൺ തന്നെയാണ്. ഇതിന്റെ കൂടെ നമുക്ക് ഈ ഒരു സ്റ്റോൾ പെയർ ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ടോപ്പ് സ്റ്റോൾ ഇങ്ങനെ വരും. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 850 ആണ്. ഇതിന്റെ പ്രൈസ് മീറ്ററിന് 599. ഇത് വെച്ച് നമുക്കിത് പെയർ ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ ഭംഗി ഇതാന്ന് തോന്നുന്നു. കണ്ടോ, നല്ല ഭംഗിയാണ്. ഇതിലെല്ലാത്തിലെയും കളർ കോമ്പിനേഷൻ ഈ സ്റ്റോളിലുണ്ട്. അത് തന്നെയാണ് കേട്ടോ. ഇതിൽ പ്രിന്റിൽ മാത്രമേ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്കിത് ഏത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഉപയോഗിക്കാം. ഇത് കണ്ടോ, ഇതിന്റെ ഈ സൈഡ് ഞാൻ പറഞ്ഞില്ലേ, പലതിലും ഞാൻ കാണിച്ചില്ലോ. ഇത് വെച്ചിട്ട് നമുക്കിത് പെയർ ചെയ്യാം. കണ്ടോ, ഇത് ഇങ്ങനെ സൈഡാണ്. പക്ഷെ ഒരു പ്രാവശ്യം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ വേറൊരു ടോപ്പ് ആണെങ്കിൽ അതിന്റെ കൂടെ ഇങ്ങനെ ഇടാം. രണ്ട് സൈഡും ഉപയോഗിക്കാം. ഭംഗിക്കൊന്നും ഒരു കുറവുമില്ല. ഇങ്ങനെ വരും. ഇങ്ങനെ വരുവേ. അടുത്ത സൈഡ് വരുമ്പോ ഇങ്ങനെ വരും. അടുത്ത ഫാബ്രിക് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ്. ബേസ് കളർ ബ്ലാക്ക് ആണ്. ഇങ്ങനെ വരും. എന്ത് ഭംഗിയുള്ള പ്രിന്റുകളാണെന്ന് നോക്കി. നല്ല ഭംഗിയാണ്. ഇതാണ് അടുത്ത പ്രിന്റ് വന്നേക്കുന്നത്. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പ്രിന്റ് അല്ല, നല്ലൊരു വെറൈറ്റി പ്രിന്റ് ആണ്. ഇതിലൊക്കെ ഷർട്ട് അല്ലെങ്കിൽ കുർത്തിയൊക്കെ ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ കൂടെ ഈ ഒരു ദുപ്പട്ട, ഇതിന്റെ കൂടെ ഈ ഒരു സ്റ്റോള് ഭംഗിയായിരിക്കും. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഭംഗി തോന്നുന്നില്ല എങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ട് ഇതൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഈ മൊഡാലിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. നമുക്ക് പലതിന്റെയും കൂടെ ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇടാം. അതിന്റെ കൂടെ ഈ ഒരു സ്റ്റോള് നല്ലതായിരിക്കും. നമ്മൾ ആദ്യം കണ്ട ഒരു സ്റ്റോളില്ലേ, രണ്ട് സൈഡ് ഉപയോഗിക്കാം, ആ ഒരു സ്റ്റോളാണിത്. അപ്പൊ ഈ സൈഡ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അടുത്ത പ്രിന്റ് വന്നേക്കുന്നത് ഇതാണ്. അടുത്ത പ്രിന്റ് വന്നേക്കുന്നത് ഈ ഒരു സ്റ്റോള് ഭംഗിയായിരിക്കും. ഇതാണ് അടുത്തത്. ഇതൊരു സിക്സാഗ് പ്രിന്റ് ആണ് കേട്ടോ. ഇങ്ങനെ വരുവേ. ഇതിന്റെ കൂടെ നമുക്ക് ഈ മഷ്റൂമിന്റെ സ്റ്റോള് ഭംഗിയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ്. മഷ്റൂം ആണ് കേട്ടോ ഫാബ്രിക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനെ പെയർ ചെയ്യാം. ഇതാണ് അടുത്ത പ്രിന്റ് വന്നേക്കുന്നത്. ബേസ് കളർ നല്ല ബ്ലൂ ആണ് കേട്ടോ. അതിൽ ഈ ഒരു പ്രിന്റ് ആണ്.
കൂടെ ഈ ഒരു ദുപ്പട്ട ഭംഗിയായിരിക്കും കേട്ടോ. ഇത് ഒരു 38 ഇഞ്ച് വിട്ടും അതുപോലെ 2.5 മീറ്റർ ലെങ്ത്തും വരുന്ന ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് വരും. നമ്മൾ ഈ കാണുന്നതിൽ നിങ്ങൾക്ക് സ്റ്റോളോ ദുപ്പട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ടോപ്പിന്റെ ഫാബ്രിക് തനിച്ചായിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ ടോപ്പിന്റെ ഫാബ്രിക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്റ്റോൾ അല്ലെങ്കിൽ ദുപ്പട്ടയും എടുക്കാം കേട്ടോ. ഇതാണ് അടുത്തത്. ഇതാണ് ഇതിന്റെ പ്രിന്റ്. ഇതാണ് അടുത്ത പ്രിന്റ് വന്നേക്കുന്നത്. നിങ്ങൾ ഇതേവരെ മൊഡാൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടോപ്പ് മൊഡാലിന്റെ ഉപയോഗിച്ച് നോക്കൂ. വളരെ കംഫർട്ടബിൾ വെയർ ആണ്. നമുക്ക് നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അത്രയും കംഫർട്ടബിൾ ആണ് ഇത് ഇടാനായിട്ട്. ഇതിന്റെ മീറ്റർ പ്രൈസ് 599 ആണ്. നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഈ മഷ്റൂമിൽ വന്നിരിക്കുന്ന ഈ ഒരു സ്റ്റോൾ പെയർ ചെയ്യാം കേട്ടോ. ഇതാണ് സ്റ്റോളിന്റെ പ്രിന്റ് വന്നേക്കുന്നത്. ടോപ്പ് ഇതാ ഇങ്ങനെ വരും. അടുത്ത പ്രിന്റ് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ്. ഇതിന്റെ കൂടെ മഷ്റൂമിന്റെ ഒരു സ്റ്റോള് ഭംഗിയായിരിക്കും കേട്ടോ. കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതാ നല്ലൊരു കോമ്പിനേഷൻ ആണിത്. ഈ ടോപ്പിൽ അതേ കളർ എല്ലാം ഇതിലും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഉപയോഗിക്കാം. ഇനിയിപ്പോ ഇതെടുത്താല് ഈ ടോപ്പിന്റെ കൂടെ മാത്രമല്ല, വേറെ പല ടോപ്പിന്റെയും കൂടെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ കയ്യിലിരിക്കുന്ന പല ടോപ്പിന്റെയും കൂടെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഭംഗിയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ ടോപ്പിന്റെ ഫാബ്രിക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോൾ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതാണ് അടുത്ത പ്രിന്റ് വന്നേക്കുന്നത്. ബേസ് കളർ ബ്ലാക്ക് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ്. ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ്. ഇതാണ് അടുത്തത്. ഇതും ബേസ് കളർ ബ്ലാക്ക് ആണ്. അതിലിതാ ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ വന്നേക്കുന്നത്. ഇതാണ് അടുത്ത പ്രിന്റ്. അതിന്റെ കൂടെ ഈ സ്റ്റോള് ഭംഗിയായിരിക്കും കേട്ടോ. സെയിം കളർ തന്നെയാണ്. ഇങ്ങനെ വരും. സെയിം കോമ്പിനേഷന്റെ അടുത്തൊരു പ്രിന്റ് ആണിത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ പ്രിന്റുകളൊക്കെ തമ്മില്. ഇതിന്റെ കൂടെ ഈ ഒരു സ്റ്റോള് ഭംഗിയായിരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് ടോപ്പിന്റെ ഫാബ്രിക് വന്നേക്കുന്നത്. ഇത് പ്ലെയിൻ ബ്ലാക്ക് ആണ്. ഇതിന്റെ കൂടെ ഞാൻ 2-3 ദുപ്പട്ട കാണിക്കാം. ബേസ് കളർ ബ്ലാക്ക് ആണ് ദുപ്പട്ടയുടെ. പ്രിന്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതിലിതാ ആദ്യത്തെ ദുപ്പട്ട ഇതാണ്. ഇത് ഫുൾ ദുപ്പട്ടയാണ്. ഹാഫ് ആയിട്ട് മതിയെങ്കിൽ നമുക്ക് വിത്ത് വൈസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഫുൾ ദുപ്പട്ടയാണെങ്കിൽ 1550 ആണ് ഇതിന്റെ പ്രൈസ് വരിക. ഇനി വിത്ത് വൈസ് കട്ട് ചെയ്തിട്ടാണെങ്കിൽ 899 ആണ് കേട്ടോ. അപ്പൊ ഈ പ്ലെയിൻ ബ്ലാക്കിന്റെ കൂടെ നല്ല ഭംഗിയല്ലേ നോക്കിയത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇതൊരു ഓപ്ഷനാണ്. ഇതാണ് പ്രിന്റിന്റെ ക്ലോസർ വ്യൂ. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. അടുത്ത ദുപ്പട്ട ഇതാണ്. ടോപ്പിന്റെ ഫാബ്രിക് സെയിം തന്നെയാണ് കേട്ടോ. അത് മാറുന്നില്ല. ദുപ്പട്ടയാണ് ചേഞ്ച് ആവുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇത് ഫുൾ ദുപ്പട്ട വേണമെങ്കിൽ 1550 ആണ്. ഇനി വിത്ത് വൈസ് കട്ട് ചെയ്തിട്ട് മതിയെങ്കിൽ 899. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് സെറ്റ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷനിൽ മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഫുൾ ദുപ്പട്ടയാണ്. ഇതാണ് പ്രിന്റ്. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ഇന്നത്തെ കളക്ഷൻസ് കുറച്ച് അധികം ഉണ്ടായിരുന്നു. കുറച്ച് കൺഫ്യൂഷൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. ഇതൊന്നും സെറ്റ് വൈസ് എടുക്കണം നിർബന്ധമില്ല. എല്ലാം തന്നെ എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ടോപ്പിനും ദുപ്പട്ടയ്ക്കൊക്കെ മാച്ചായിട്ടുള്ളത് ഇതിൽ കണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. ഒന്നും സെറ്റായിട്ട് എടുക്കണം നിർബന്ധമില്ല. ഇത് ടോപ്പ് തനിച്ചെടുക്കാം, ദുപ്പട്ട തനിച്ചെടുക്കാം, അതുപോലെ സ്റ്റോളായിട്ട് എടുക്കാം. ഇനി ഫുൾ ദുപ്പട്ട കാണിച്ചത് വിത്ത് വൈസ് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്കിത് നോക്കിയിട്ട് വാട്സപ്പിൽ വന്നാൽ മതി. വീഡിയോ കാണുമ്പോൾ കളറിൽ ചെറിയ വേരിയേഷൻസ് കാണും. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാവുന്ന ഒരു ഫാബ്രിക് ആണ്. നിങ്ങൾ ഇതേവരെ മൊഡാൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2.5 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ ഫാബ്രിക് വാങ്ങിച്ചിട്ട് ഒരു കുർത്തിയൊക്കെ ചെയ്തിട്ട് നോക്കൂ. അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഫീല് മനസ്സിലാവത്തുള്ളൂ. നല്ല എലഗന്റ് ലുക്ക് തരുന്ന, നല്ല ഫീല് തരുന്ന ഒരു ഫാബ്രിക് ആണ് മൊഡാല്. അപ്പൊ നമുക്ക് സ്റ്റൈലായിട്ട് നല്ല ഫംഗ്ഷൻ വെയറിനൊക്കെ ആയിട്ട് ഇടാവുന്ന ഒരു ഫാബ്രിക്കും കൂടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. അടുത്ത കളക്ഷൻസ് ആയിട്ടൊക്കെ വീണ്ടും കാണാം. ബൈ.